ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുത്തുകൊണ്ടിരുന്ന പാർട്ട് എന്ന് പറയുന്നത് റോബോട്ടിക് ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്ന കുറച്ച് സെൻസിങ് ഡിവൈസിനെ പറ്റിയായിരുന്നു. എക്സ്റ്റേണൽ സെൻസേഴ്സും അതേപോലെ തന്നെ ഇന്റേണൽ സെൻസേഴ്സും. അതിൽ എക്സ്റ്റേണൽ സെൻസറിൽ പ്രധാനപ്പെട്ട ഒരു സെൻസിങ് ഡിവൈസ് ആയിരുന്നു റേഞ്ച് ഫൈൻഡിങ് ഡിവൈസസ്. അപ്പോൾ അതിനകത്ത് റേഞ്ച് സെൻസേഴ്സ് അല്ലെങ്കിൽ റേഞ്ച് ഫൈൻഡിങ് ഡിവൈസിൽ 3 മെത്തേഡ്സിൽ വർക്ക് ചെയ്യുന്ന, 3 വർക്കിംഗ് മെത്തേഡിൽ വർക്ക് ചെയ്യുന്ന റേഞ്ച് സെൻസേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ ഇസ് ദ ട്രയാങ്കുലേഷൻ മെത്തേഡ്, സ്ട്രക്ചേർഡ് ലൈറ്റിംഗ് അപ്രോച്ച് മെത്തേഡ്, ദെൻ ലാസ്റ്റ് വൺ ഇസ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ് റേഞ്ച് ഫൈൻഡേഴ്സ്, അല്ലെങ്കിൽ ഫേസ് ഷിഫ്റ്റ് റേഞ്ച് ഫൈൻഡേഴ്സ് എന്നും പറയും. അപ്പം അതിൽ 2 രീതിയിൽ നമ്മളത് വർക്ക് ചെയ്യായിരുന്നു. ട്രയാങ്കുലേഷൻ മെത്തേഡ് ഈ ഫിഗർ ഓർക്കുന്നുണ്ടാവും. ഇതിനകത്ത് നമുക്ക് ഈ ഒരു സെൻസിങ് ഡിവൈസ് എന്ന് പറയുന്നത് ആക്ച്വലി 2 കമ്പണൻസിന്റെ അസംബ്ലി ആണ്. ഒരു ലൈറ്റ് സോഴ്സും അതുപോലെ തന്നെ ലൈറ്റ് റിസീവിങ് യൂണിറ്റ് അല്ലെങ്കിൽ ഡിഫ്ലക്ടർ യൂണിറ്റും. സോ ഇവർ തമ്മിൽ ഒരു ഡി ഡിസ്റ്റൻസ് ഓർ ബി ഡിസ്റ്റൻസ് അപ്പാർട്ടിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. സോഴ്സിൽ നിന്നും ലൈറ്റ് നമ്മൾ ഒബ്ജക്റ്റിന്റെ ഭാഗത്തേക്ക് അടിക്കുകയും ഒബ്ജക്റ്റിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റിനെ ഡിഫ്ലക്ടർ റിസീവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ റിസീവ് ചെയ്തതിന് ശേഷം അവിടെ വരുന്ന ഒരു ട്രയാങ്കുലർ ഫോർമേഷൻ, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി കേസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ പൈത്തഗോറസ് തിയറം, അല്ല എങ്കിൽ ഒരു ട്രയാങ്കിൾ മെത്തേഡ്സ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നതെങ്കിൽ 2 ആംഗിളും ഒരു സൈഡും അറിയാമെങ്കിലും നമുക്ക് അൺനോൺ സൈഡ്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ട്രയാങ്കുലേഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യുന്ന റേഞ്ച് ഫൈൻഡിങ് ഡിവൈസ്. ഫസ്റ്റ് വൺ ഇസ് എ ട്രയാങ്കുലേഷൻ മെത്തേഡ് റേഞ്ച് ഫൈൻഡേഴ്സ്. ദെൻ സെക്കൻഡ് വൺ ഇസ് എ സ്ട്രക്ചേർഡ് ലൈറ്റിംഗ് അപ്രോച്ച്. നമുക്ക് ഒരുപാട് കമ്പണൻസിനെ, ഇപ്പം നമ്മൾ ഈ ട്രയാങ്കുലേഷൻ മെത്തേഡൊക്കെ ആണെങ്കിൽ സിംഗിൾ ഒബ്ജക്റ്റിനെ നമുക്ക് റേഞ്ച് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നേരെ മറിച്ച് സ്ട്രക്ചേർഡ് ലൈറ്റ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു ഷീറ്റ് ഓഫ് ലൈറ്റ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഒരുപാട് എലമെന്റുകളെ ഒരേ സമയം അതിന്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. സോ ഇവിടെ ഇപ്പോൾ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട് നമ്മുടെ ഷീറ്റ് ഓഫ് ലൈറ്റിന്റെ പാസേജിൽ. ആ ഓരോ എലമെന്റിലേക്കുള്ള റേഞ്ച് എന്ന് പറയുന്നത് ഫൈൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമുക്ക് എന്താ പറയുക, ഡിഫറെന്റ് ഏരിയാസിലെ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ തന്നെ ഡിഫറെന്റ് ഒബ്ജക്ട്സിനെ ഒക്കെ റേഞ്ച് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ് മെത്തേഡ്. ടൈം ഓഫ് ഫ്ലൈറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ലൈറ്റ് ഒരു സോഴ്സിൽ നിന്നും ഒബ്ജക്റ്റ് തട്ടി തിരിച്ചു വരുന്നത് വരെയുള്ള സമയം അതിന്റെ ഹാഫ് എടുത്തിട്ട് നമുക്ക് വെലോസിറ്റി ഓഫ് ലൈറ്റും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്റ്റൻസ് എത്ര കവർ ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ വരുന്ന ഒരു മറ്റൊരു മെത്തേഡാണ് ഫേസ് ഷിഫ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു ട്രാൻസ്മിറ്റർ യൂണിറ്റിൽ നിന്ന് ലൈറ്റ് നമ്മൾ റെഫറൻസ് ലൈറ്റ് കൊടുക്കും, അതേപോലെ തന്നെ അതിനെ നമ്മൾ ഒബ്ജക്റ്റിലേക്ക് അയക്കും. അപ്പൊ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നതിന്റെ ഫേസും അതേപോലെ തന്നെ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വന്ന വേവിന്റെ ഫേസും തമ്മിൽ മെഷർ ചെയ്യും. ആ ഫേസ് ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻ ഓഫ് റേഞ്ച്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത്. ഇനി ഈ മൊഡ്യൂളിനകത്ത് സ്ക്രീനൊക്കെ കാണാലോ അല്ലേ? ഹലോ, ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് പ്രോക്സിമിറ്റി സെൻസർ. പ്രോക്സിമിറ്റി എന്ന് വെച്ചാൽ എന്താ? പ്രസൻസ് അല്ലേ, പ്രസൻസ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ള. സോ പ്രോക്സിമിറ്റി സെൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം റോബോട്ടിക് ആപ്ലിക്കേഷൻസിൽ പല കേസുകളിലും നമ്മൾ ചില എലമെന്റുകളുടെയൊക്കെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് സെൻസിങ് ഡിവൈസ് ഈ റോബോട്ട്സിന്റെ മുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിലാണ് മെറ്റൽ ഡിറ്റക്ടിങ് സെൻസേഴ്സ് ഒക്കെ നമ്മൾ പറയാൻ വേണ്ടി വന്നത്. അപ്പൊ അവിടെയൊക്കെ മെറ്റൽസിന്റെ പ്രസൻസ്, പ്രോക്സിമിറ്റി ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഡിറ്റക്ടേഴ്സ് ചെയ്യുന്നത്. അതേപോലെ മൈനിങ് ഏരിയസിലൊക്കെ ഇതേപോലുള്ള പ്രോക്സിമിറ്റി സെൻസിങ് ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ എന്താണ് പ്രോക്സിമിറ്റി സെൻസർ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. Sensors are used in robotics for near field work in connection with object grasping or avoidance. അപ്പോൾ നമുക്ക് എത്ര ടൈപ്പ് അല്ലെങ്കിൽ റോബോട്ടിക് ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്ന കുറച്ച് പ്രോക്സിമിറ്റി സെൻസേഴ്സ് ആണ്. ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ, ഹോൾ എഫക്ട് പ്രോക്സിമിറ്റി സെൻസർ, കപ്പാസിറ്റീവ് സെൻസർ, അൾട്രാസോണിക് സെൻസർ, ഒപ്റ്റിക്കൽ പ്രോക്സിമിറ്റി സെൻസർ. അപ്പൊ ഇതിനകത്ത് കുറെയൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച എന്താ ഹോൾ എഫക്ട്. ഹോൾ എഫക്ട് എന്ന് വെച്ചാൽ എന്തായിരുന്നു? എന്താ ഹോൾ എഫക്ട്? ഈ ഹോൾ എഫക്ട് ഞാൻ ചോദിക്കാൻ കാരണം കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് S7-കാർക്ക് സപ്ലിമെന്ററി എക്സാം നടന്നു മെക്കാട്രോണിക്സ്. അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ സി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഹോൾ എഫക്റ്റും അതുപോലെ തന്നെ ഹോൾ എഫക്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സെൻസറിനെ പറ്റി എഴുതാനുമായിരുന്നു. അപ്പോൾ ആ സപ്ലിമെന്ററി ആൻസർ ഷീറ്റിനകത്ത് രസകരമായ ആൻസർ ഒക്കെ ഉണ്ടായിരുന്നു. ഹോൾ എഫക്റ്റിന് എഴുതിയ ആൻസർ എന്തായിരുന്നു പറയാം? ഒരു മലയാളം ഞാൻ പറയാം, എഴുതിയവന്റെ ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഒരു സെന്റൻസ് ഞാൻ വിട്ടു. ഹോൾ എഫക്ട് എന്ന് പറയുന്നത് ഒരു വലിയ ഓഡിറ്റോറിയത്തിലൊക്കെ ഉണ്ടാകുന്ന എഫക്റ്റ് ആണ്. ആ ഹോൾ എഫക്റ്റിൽ സൗണ്ട് പോയി കഴിഞ്ഞാൽ സൗണ്ട് എന്ത് ചെയ്യും?
ഈ ഹാളിലെ ഓഡിറ്റോറിയത്തിന്റെ വാൾസിലൊക്കെ തട്ടിയിട്ട് റിഫ്ലക്ഷൻ നടക്കും. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. അങ്ങനെ വരുമ്പോൾ അതിനകത്തുള്ള സൗണ്ട് വേവ് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഹാളിനകത്ത് എപ്പോഴും ഒരു കംഫർട്ട് ലെവൽ ലോ ആയിരിക്കും. അപ്പൊ ആ എഫക്റ്റ് കുറക്കാൻ വേണ്ടി സൗണ്ട് അബ്സോർബേഴ്സ് നമ്മൾ അതിന്റെ വാളിൽ സെറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ സൗണ്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെൻസറുകളെയാണ് ഹാൾ എഫക്ട് സെൻസർ എന്ന് പറയാ. ഇത് തന്നെയല്ലേ നിങ്ങൾ എഴുതാ? ഹാൾ ടച്ച് എഫക്റ്റ് പറഞ്ഞേ. ഹാൾ ടച്ച് എഫക്റ്റ് പറഞ്ഞത് തന്നെയാ. ഹാൾ എഫക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചാടാ. ഹാൾ എഫക്ട് സെൻസർ വെച്ചിട്ട് വാട്ടർ ലെവൽ എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ ഹാൾ എഫക്ട്? ഹാൾ വോൾട്ടേജ് എന്താ? ഇത് നിങ്ങൾ +2 തൊട്ട് പഠിക്കുന്ന കേട്ടോ. ഇതുപോലെ ഒരു കണ്ടക്ടർ പ്ലേറ്റ്, ഇത് നമ്മളൊരു കറണ്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഡയറക്ഷനിൽ എന്തുണ്ടാവും? കറണ്ട് ഫ്ലോ ഉണ്ടാവും അല്ലെ? ഈ ഡയറക്ഷനിൽ ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ട് കൂട്ടിക്കോ. ഈ കണ്ടക്ടറിന്റെ നിയർ ബൈ ഏരിയയിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഞാനൊരു മാഗ്നറ്റ് കൊണ്ടുവെക്കുന്നു. അടിയിലും മേലയിലും ഓരോ മാഗ്നറ്റ് വെക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഇലക്ട്രോൺസിന്റെ ഇപ്പോഴുള്ള ഡയറക്ഷൻ ചേഞ്ച് ആവും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സൈഡിലേക്ക് ഇലക്ട്രോൺസ് പോകും. അപ്പോൾ ഒരു ഭാഗം നെഗറ്റീവ് സൈഡ് ആവും, ഈ ഭാഗം പോസിറ്റീവ് സൈഡ് ആവും. അപ്പൊ ഈ രണ്ട് എൻഡിൽ നമുക്ക് പുതിയൊരു വോൾട്ടേജ് കിട്ടും. ഇവിടുന്ന് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ഈ മെറ്റീരിയലിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, അതായത് കറണ്ട് ഫ്ലോയുടെ പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് രണ്ട് എൻഡിലും പുതിയൊരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ഇതാണ് ഹാൾ എഫക്ട് എന്ന് പറഞ്ഞത്. ഒന്നുകൂടി ഞാൻ പറയാം. ഹാൾ എഫക്ട് എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് പാസ് ചെയ്യുന്ന, അല്ലെ കറണ്ട് ക്യാരി ചെയ്യും ഒരു കണ്ടക്ടർ പ്ലേറ്റ്, കറണ്ട് ഇപ്പം പോകുന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രോൺസ് എല്ലാം ഫ്ലോ ചെയ്യുന്നത്. അതായത് കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ മേലെ നിന്ന് ഞാനൊരു മാഗ്നറ്റ് ഇതിന്റെ നിയർ ബൈയിലേക്ക് രണ്ട് ഭാഗത്തും ഓരോ മാഗ്നറ്റ്, ഒരു നോർത്തും സൗത്തും കൊണ്ടുവരുമ്പോൾ ഈ ഇലക്ട്രോൺസിന്റെ പാസേജിന് ചെറിയ പ്രശ്നം വരും. ഇപ്പൊ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് ബെൻഡ് ആയിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ഇലക്ട്രോൺസ് ഇങ്ങനെ സൈഡിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ ഈ ഭാഗം നെഗറ്റീവ് പോളാവും, ഇപ്പുറത്ത് പോസിറ്റീവ് പോളാവും. ഒരു പുതിയ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും ഈ പ്ലേറ്റിന്റെ രണ്ട് അതർ എൻഡ്സിലായിട്ട്, അല്ലെ, രണ്ട് എഡ്ജസിലായിട്ട്. സോ ഈ വോൾട്ടേജിന്, അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിനാണ് ഹാൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. നമുക്ക് പ്രോക്സിമിറ്റി സെൻസിങ് ഡിവൈസിനകത്ത് ഹാൾ എഫക്ട് സെൻസർ എങ്ങനെയാ ഉപയോഗിക്കാന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓരോന്നോരോന്നായിട്ട് പറയാം. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പ്രസൻസ് ഐഡന്റിഫൈ ചെയ്യുക, ദാറ്റ് ഈസ് പ്രോക്സിമിറ്റി. അപ്പൊ എന്തിന്റെയൊക്കെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കലാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് സെൻസിങ് ഡിവൈസുകളുടെ പേരാ പറഞ്ഞത്. ഫസ്റ്റ് വൺ ഇസ് ദ ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ. ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസേഴ്സ് ആർ യൂസ്ഡ് ഫോർ നോൺ കോണ്ടാക്ട് ഡിറ്റക്ഷൻ ഓഫ് മെറ്റാലിക് ഒബ്ജക്ട്സ്. മെറ്റൽ ഒബ്ജക്ട്സ് ആണ് നമുക്ക് പ്രസൻസ് ഐഡന്റിഫൈ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോക്സിമിറ്റി സെൻസിങ് ഡിവൈസ് ആണ് ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ. സോ ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറിന്റെ പ്രിൻസിപ്പിൾ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ കോയിൽ ആൻഡ് ഓസിലേറ്റർ that creates an electromagnetic field in the close surroundings of the sensing surface. The presence of metallic object in the operating area causes a dampening of the oscillation amplitude. ഒന്നുമില്ല, ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ഇവിടുത്തെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതായത് ഒരു കോയിൽ ഉണ്ടാവും, ഇതിനകത്ത് നമ്മളൊരു AC കറണ്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ കോയിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റായി മാറും, അതായത് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഈ കോയിലിന് ഒരു കോൺസ്റ്റന്റ് ലൈൻസ് ഓഫ് ഫോഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന AC സപ്ലൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലക്സ് ഡെൻസിറ്റി ഈ കോയിലിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കോയിലിന് ഇപ്പൊ ഒരു ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഉണ്ടാവും. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അല്ലെങ്കിൽ അതിന്റെ കോയിൽ ഇമ്പിഡൻസ് എന്ന് പറയും. അപ്പൊ ഈ ഒരു കോയിലിന്റെ നിയർ ബൈ ഏരിയയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സെൻസറിന്റെ നിയർ ബൈ ഏരിയയിൽ ഒരു മെറ്റൽ ഒബ്ജക്റ്റ് വന്ന് നിൽക്കുമ്പോൾ ഈ കോയിലിന്റെ ഇൻഡക്റ്റീവ് റിയാക്ടൻസിന് ചേഞ്ച് വരും. നമ്മൾ S5 എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ഒരു ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രാം, കോയിലിന്റെ റെസിസ്റ്റൻസ് X ആക്സിസിലും റിയാക്ടൻസ് Y ആക്സിസിലും എടുത്തിട്ടുള്ള ഒരു ഡയഗ്രാം. അപ്പൊ ഞാനിപ്പോ ഈ ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറിനകത്ത് ഉപയോഗിക്കുന്ന കോയിൽ, ഈ ഫിഗറിലൊക്കെ വിട്ടേക്ക്, ഞാൻ ഇവിടെ ഒരു കോയിൽ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാനൊരു കോൺസ്റ്റന്റ് ഒരു AC കറണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനിപ്പോ ഒരു റിയാക്ടൻസും റെസിസ്റ്റൻസും ഒക്കെ ഉണ്ട്, അതായത് ഇമ്പിഡൻസ് ഉണ്ടാവും, കോയിലിന് ഇറ്റ്സെൽഫ് ഒരു ഇമ്പിഡൻസ് ഉണ്ടാവും. ഇനി ഈ കോയിലിന്റെ അടുത്തേക്ക് ഞാനൊരു മെറ്റൽ ഒബ്ജക്റ്റ് കൊണ്ടുവെക്കുമ്പോൾ
ഈ കോയിലിന്റെ ലൈൻസ് ഓഫ് ഫോഴ്സ് ഈ മെറ്റലിലേക്കൊക്കെ കയറും, ഇവിടെയൊക്കെ എഡ്ഡി കറണ്ട് ഒക്കെ ജനറേറ്റ് ചെയ്യും. എഡ്ഡി കറണ്ട് കാരണം ഓപ്പോസിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കോയിലിലേക്കൊക്കെ വരും. അപ്പോ ഈ കോയിൽ ഞാൻ ഇതേപോലെ ഒരു ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിലേക്ക് അല്ലെങ്കിൽ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മെറ്റൽ ഒബ്ജക്റ്റ് വരുന്നതിന് മുമ്പ് ഇതിനകത്ത് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. നേരെ മറിച്ച് മെറ്റൽ വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞു ഇവിടെ എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ഓപ്പോസിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കോയിലിലേക്ക് പാസ് ചെയ്യും. അപ്പൊ ഇതിന് ഇംപിഡൻസിൽ ഒരു മിസ്മാച്ച് വരും, ഇംപിഡൻസ് ചേഞ്ച് വരും അല്ലെ. ഇംപിഡൻസ് ചേഞ്ച് വരുമ്പോൾ ഗ്രാഫിന്റെ ഡയറക്ഷൻ ഒക്കെ മാറും. അപ്പൊ ഈ രീതിയിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അല്ലെങ്കിൽ ഈ ഒരു കോയിലിന്റെ ഇൻഡക്ടൻസ് മെഷർ ചെയ്തിട്ട് ഇൻഡക്ടൻസ് ചേഞ്ച് മെഷർ ചെയ്തിട്ടാണ് നമ്മളിവിടെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ കേസും ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത് ടു ഡിറ്റക്ട് ദി മെറ്റാലിക് ഒബ്ജക്ട്സിന്റെ പ്രസൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ സിംപ്ലി ഒരു സോളിനോയിഡ് കോയിലാണ്, ഒരു കോയിൽ ഉണ്ടാവും, കോയിലിനകത്ത് AC സപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ കോയിലിന് ഒരു ഇംപിഡൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസും അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഒക്കെ, അതായത് ഇംപിഡൻസ് എഫക്റ്റീവ് റെസിസ്റ്റൻസിനാണല്ലോ നമ്മൾ ഇംപിഡൻസ് എന്ന് പറയാം. അപ്പൊ ഇംപിഡൻസ് ഉണ്ടാവും. ഇതിന്റെ അടുത്ത് നിയർ ബൈ ഏരിയയിലേക്ക് ഒരു മെറ്റാലിക് ഒബ്ജക്ട് നമ്മൾ കൊണ്ടുവെക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാവും, മാർക്ക് ഇതിന്റെ റിയാക്ടൻസിനും അതേപോലെ ഇംപിഡൻസിനൊക്കെ ചേഞ്ച് ഉണ്ടാവും. ആ ചേഞ്ച് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ഈ സെൻസറിന്റെ നിയർ ബൈ ഏരിയയിൽ നമ്മൾ പറയുന്ന മെറ്റൽ ഒബ്ജക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. സോ ഒരു സെൻസറിന്റെ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറിന്റെ പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോയിൽ ഉണ്ടാവും, ദാറ്റ് ഈസ് ആക്റ്റീവ് സർഫസ്. ഒരു കോയിൽ വേണം, ഇൻഡക്റ്റീവ് കോയിൽ ഉണ്ടാവും. ഇവിടെ യെല്ലോ കളറിൽ നിങ്ങൾക്ക് 2 കോയിൽ കാണാം. അപ്പൊ അതിലേക്ക് AC കറണ്ട് കൊടുക്കാൻ ആവശ്യമായ മറ്റ് സർക്യൂട്ട് ഉണ്ടാവും, സ്വിച്ചിങ് സർക്യൂട്ട്, ഷ്മിറ്റ് ട്രിഗർ ഉണ്ടാവും, ഓസിലേറ്റിംഗ് ഇലക്ട്രോൺ. ഇത് സിംപ്ലി AC സർക്യൂട്ട്. അപ്പൊ ഇതിനകത്ത് AC സപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ലൈൻസ് ഓഫ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. ഈ 2 കോയിലും ലൈൻസ് ഓഫ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. ഇനി ഇതിന്റെ നിയർ ബൈ ഏരിയയിൽ ഒരു മെറ്റൽ ഞാൻ കൊണ്ടുവെക്കുകയാണെങ്കിൽ ഇതിന്റെ ഇൻഡക്ടൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ഇംപിഡൻസിൽ ചെറിയ ചേഞ്ച് വരും. ആ ചേഞ്ച് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെൻസിങ് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ദി ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ. നെക്സ്റ്റ് വൺ ഈസ് ദി ഹാൾ എഫക്ട് സെൻസർ. ഹാൾ എഫക്ട് സെൻസർ എന്താന്നുള്ളത് നമ്മൾ ഹാൾ എഫക്ട് എന്താന്ന് പറഞ്ഞു. ഹാൾ എഫക്ട് എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എലമെന്റിന്റെ നിയർ ബൈ ഏരിയയിൽ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവെക്കുകയാണെങ്കിൽ ഈ കണ്ടക്ടറിൽ ഒരു പുതിയ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. നേരത്തെ ഇലക്ട്രോൺസ് പാസ് ചെയ്തതിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിട്ട് എന്ത് ചെയ്യും, പുതിയ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ഹാൾ വോൾട്ടേജ്. മാഗ്നിറ്റ്യൂഡ് വളരെ സ്മോൾ ആയിരിക്കും. അപ്പൊ ഈ ഹാൾ എഫക്ട് സെൻസർ വെച്ചിട്ട് എങ്ങനെയാ പ്രോക്സിമിറ്റി ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്, നമ്മൾ വാട്ടർ ലെവൽ മെഷർ ചെയ്യാനൊക്കെ അല്ലെ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റ് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കുന്ന പറഞ്ഞിട്ട് മുമ്പ് ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു വാട്ടർ ടാങ്കാന്ന് കൂട്ടിക്കോ. ഒരു മിനിറ്റ്. ഇതൊരു വാട്ടർ ടാങ്കാണ്. ഇതിലിപ്പോ വെള്ളം ഈ ലെവലിലാണ് വെള്ളം ഉള്ളത്. ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പറഞ്ഞാണേ. അപ്പൊ ഇതിനകത്ത് ഞാനൊരു ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന എലമെന്റ് അല്ലെ, ഒരു ഫ്ലോട്ട് ഞാൻ കീപ്പ് ചെയ്യും. ഓക്കെ, ഈ ഫ്ലോട്ടില് ഞാൻ ഒരു മാഗ്നറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ. ദെൻ ഇതാണല്ലോ ടാങ്കിന്റെ ടോപ്പ് ലെവല്. ഈ ടോപ്പ് ലെവല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അടപ്പിന്റെ അടുത്തായിട്ട്, ഇവിടെ അടപ്പുണ്ട്, ഈ അടപ്പിന്റെ അടുത്തായിട്ട് കറണ്ട് ക്യാരിയും കണ്ടക്ടറും വെച്ചിട്ടുണ്ട്. ഓക്കെ, കറണ്ട് പാസ് ചെയ്യുന്ന കണ്ടക്ടർ. ഇപ്പം ഇലക്ട്രോൺസിന് ഇപ്പൊ ഇതിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഫ്ലോ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, ഇനി ഇതിനകത്ത് വെള്ളം വന്നിങ്ങനെ വീഴാണ്. ഈ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ മേലെ നിന്ന് വെള്ളം വന്നിങ്ങനെ വീഴുമ്പോൾ ഈ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്ത് വരും. അതിനനുസരിച്ച് ഈ ഫ്ലോട്ട് എന്ത് ചെയ്യൂടാ, ഫ്ലോട്ട് മേലോട്ട് പൊങ്ങി വരും അല്ലേ. അങ്ങനെ വരുമ്പോ ഈ മാഗ്നറ്റും പൊങ്ങി വരികയാണ്. അപ്പൊ ഈ മാഗ്നറ്റ് നമ്മുടെ കണ്ടക്ടർ എലമെന്റിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ഹോൾ എഫക്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് ഹോൾ എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കറണ്ട് ക്യാരിയും കണ്ടക്ടറിന്റെ നിയർ ബൈ ഏരിയയിലേക്ക് നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവെക്കുമ്പോൾ ഇതിനകത്ത് ഇലക്ട്രോൺസ് ഒക്കെ പുതിയൊരു പാത്ത് ഫോളോ ചെയ്യും, സൈഡിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ഉണ്ടാവും. അതേപോലെ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും ഈ സൈഡിൽ ഒരു പോസിറ്റീവ് ചാർജും ഉണ്ടാവും. നമ്മൾ ഇവിടുന്ന് ഒരു ഔട്ട്പുട്ട് ഡിവൈസ്, ഒരു വോൾട്ട് മീറ്റർ പോലെയുള്ള ഔട്ട്പുട്ട് ഡിവൈസ് നോക്കും. അപ്പോൾ ഈ വെള്ളം പൊങ്ങുന്നത് നമുക്ക് പുറത്തുനിന്ന് കാണാൻ കഴിയില്ല. പക്ഷെ വെള്ളം ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ ഈ വോൾട്ടേജിനകത്ത് ചെറിയൊരു വോൾട്ടേജ് ജനറേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഫ്ലോട്ട് എന്തായിട്ടുണ്ട്, നമ്മുടെ കണ്ടക്ടർ എലമെന്റിന്റെ നിയർ ബൈ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. സോ ഇതാണ് ആക്ച്വലി ഹാൾ എഫക്ട് സെൻസിങ് ഡിവൈസ് ഉപയോഗിച്ചുള്ള ഒരു സെൻസർ ആപ്ലിക്കേഷൻ ആയത്. വാട്ടർ ലെവൽ ഇൻഡിക്കേഷൻ, അതേപോലെ ഓയിൽ ലെവൽ ഇൻഡിക്കേഷൻ ഒക്കെ. അപ്പോൾ ആക്ച്വലി ഇവിടെയും പ്രോക്സിമിറ്റി തന്നെയാണ് സെൻസ് ചെയ്യുന്നത്.
എന്താ പ്രോക്സിമിറ്റി? ഇവിടെ ഇപ്പോൾ വാട്ടർ ലെവല് പ്രോക്സിമിറ്റി സെൻസിങ് ആണ് നടന്നിട്ടുള്ളത്. അതേപോലെ നമുക്ക് ചില എലമെന്റുകൾ റോബോട്ടിക് ആപ്ലിക്കേഷൻസിൽ നമുക്ക് ആരുടെയൊക്കെയാണോ ഈ പറയുന്ന പ്രോക്സിമിറ്റി കണ്ടുപിടിക്കേണ്ടത്, അവിടെയും നമ്മൾ ഈ ഹോൾ എഫക്ട് സെൻസിങ് ഡിവൈസ് യൂസ് ചെയ്യും. എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഗ്നറ്റിക് എലമെന്റ്സിന്റെ ഒക്കെ പിന്നെ പ്രോക്സിമിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സെൻസർ യൂണിറ്റിൽ കണ്ടക്ടർ എലമെന്റ് മാത്രം വെക്കും. എന്നിട്ട് ഈ കണ്ടക്ടർ എലമെന്റിന്റെ ഈ എഡ്ജിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് വോൾട്ട് മീറ്ററിൽ കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇപ്പൊ ഞാൻ സെൻസർ നോക്കുമ്പോൾ വോൾട്ട് മീറ്റർ ഒക്കെ 0 റീഡിംഗ് ആ. ബട്ട് ഞാൻ ഇങ്ങനെ ഒരു സർഫസിലൂടെ ഈ ഒരു എലമെന്റിനെ ഇങ്ങനെ മൂവ് ചെയ്തിട്ടപ്പോൾ പെട്ടെന്ന് ഇതിനകത്തൊരു വോൾട്ടേജ് ജനറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുള്ള സ്ഥലത്തിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു മാഗ്നറ്റിക് എലമെന്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഐഡന്റിഫിക്കേഷൻ നടത്താൻ പറ്റും. സോ ദാറ്റ് ഈസ് ഹോൾ എഫക്ട് സെൻസിങ് ഫോർ പ്രോക്സിമിറ്റി മെഷർമെന്റ്. സോ രണ്ടെണ്ണം പറഞ്ഞു. ഇൻഡക്റ്റീവ് സെൻസർ എന്ന് പറഞ്ഞാൽ കോയിലിന്റെ ഇൻഡക്റ്റീവ് റിയാക്ടൻസിൽ വരുന്ന ചേഞ്ച് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ പ്രോക്സിമിറ്റി നോക്കുന്നത്. ഹോൾ എഫക്ട് സെൻസർ എന്ന് പറഞ്ഞാൽ ഹോൾ എഫക്റ്റിലുള്ള ചേഞ്ച് അല്ലെങ്കിൽ ഹോൾ വോൾട്ടേജ്, ഈ പുതിയതായിട്ട് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജിനെ നമ്മൾ ഹോൾ വോൾട്ടേജ് എന്നാ പറയാ. ഈ ഹോൾ വോൾട്ടേജ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോക്സിമിറ്റി ഐഡന്റിഫൈ ചെയ്യുന്നു. ദ നെക്സ്റ്റ് വൺ ഈസ് ദ കപ്പാസിറ്റീവ് സെൻസർ. കപ്പാസിറ്റീവ് സെൻസർ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ചില ആപ്ലിക്കേഷൻസിനകത്ത്, അതായത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനൊക്കെ കപ്പാസിറ്റീവ് സെൻസിങ് ഡിവൈസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് പാരലൽ പ്ലേറ്റ്സ് ആണ് അല്ലെ. ഇതിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? സി ഈസ് ഈക്വൽ ടു ഹലോ എപ്സിലോൺ എ ബൈ ഡി. എപ്സിലോൺ 0 എപ്സിലോൺ ആർ ഇൻറ്റു എ ബൈ ഡി. ഇതിനകത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് ഏരിയ ഓഫ് ഓവർലാപ്പിംഗ് ചേഞ്ച് ചെയ്യാം. ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, ഇതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ കപ്പാസിറ്റീവ് സെൻസിങ് അല്ലെങ്കിൽ കപ്പാസിറ്റി പ്രോക്സിമിറ്റി സെൻസിങ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ചേഞ്ച് മെഷർ ചെയ്തിട്ടാണ് നോക്കുക. സോ ദ കപ്പാസിറ്റി പ്രോക്സിമിറ്റി സെൻസർ കൺസിസ്റ്റ് ഓഫ് ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ along with a sensing surface formed by two metal electrodes. When an object comes near the sensing surface, it enters the electrostatic field of the electrodes and changes the capacitance of the oscillator. As a result, the oscillator circuit starts oscillating and changes the output state of the sensor when it reaches certain amplitude. ഒന്നുമില്ല, ഞാൻ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ഈ ഫിഗർ ഒന്നും വേണ്ട. എൻ്റെ കയ്യിൽ ഒരു കപ്പാസിറ്റർ ആണ് ഉള്ളത്. ഒരു കപ്പാസിറ്റർ ഉണ്ട്, മാറ്റി വരക്കാം. ഇവിടെ ഉണ്ട്, ഇത് വെച്ചിട്ട് തന്നെ പറയാം. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, രണ്ട് പാരലൽ പ്ലേറ്റിംഗ് ഒക്കെ കാണാം, യെല്ലോ കളർ അല്ലെ. ഇതൊരു കപ്പാസിറ്റർ ആണ്. അപ്പം ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഇലക്ട്രോൺസ്, അതിനെ നമ്മൾ ഡി എന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്യാം അല്ലെ. എപ്സിലോൺ 0 എപ്സിലോൺ ആർ എ ബൈ ഡിയിലെ ഡി. ദെൻ ഏരിയ ഓഫ് ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ടിന്റെയും കോമൺ ഏരിയ. ഓക്കെ, അതൊക്കെ ഉള്ള ഒരു കപ്പാസിറ്റർ എലമെന്റ് എന്റെ കയ്യിലുണ്ട്. അതിനകത്ത് ഇപ്പോൾ ചാർജ് സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതായത് അതിനകത്ത് സപ്ലൈ ഉണ്ട്. കപ്പാസിറ്റർ ഇപ്പോൾ ഒരു കോൺസ്റ്റന്റ് കപ്പാസിറ്റൻസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ എന്നിട്ട് ഇയാളെ, ഈ ഒരു മൊത്തം അസംബ്ലിയാണ് എന്റെ പ്രോക്സിമിറ്റി സെൻസിങ് ഡിവൈസ്. അപ്പൊ ഞാൻ ഒന്നുകിൽ ഇയാളെ ഇങ്ങോട്ട് മൂവ് ചെയ്യും, അല്ലെങ്കിൽ വേറൊരു എലമെന്റ്. ഞാനിപ്പം പ്രോക്സിമിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ സെൻസർ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ രണ്ട് പ്ലേറ്റിന്റെയും ഇടയിലായിട്ട് പുതിയൊരു ഒബ്ജക്റ്റ് കയറി വന്നു എന്ന് വെച്ചോ. ഒരു പുതിയൊരു ഒബ്ജക്റ്റ് കയറി വന്നു. ഓക്കെ, അപ്പൊ ആക്ച്വലി അവിടെ ഡൈ ഇലക്ട്രിക് ചേഞ്ച് വന്നല്ലേ. ഡൈ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് പാരലൽ പ്ലേറ്റിന്റെ ഇടയിലുള്ള ആ സെപ്പറേഷൻ നമ്മൾ ഡൈ ഇലക്ട്രിക്സ് വെച്ചാണ് ഫില്ല് ചെയ്യുക. അപ്പൊ അവിടെ ഒരു ഡൈ ഇലക്ട്രിക് ചേഞ്ച് വന്നു. ഇത്രയും നേരം എയർ ആയിരുന്നു ഡൈ ഇലക്ട്രിക് ആയിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഇപ്പോ നമ്മുടെ പുതിയ ഒബ്ജക്റ്റ് അവിടെ ഡൈ ഇലക്ട്രിക് ആയിട്ട് വന്നു. കപ്പാസിറ്റൻസിൽ ചേഞ്ച് വരൂലേ? വരും. അപ്പൊ ഇവിടെ കപ്പാസിറ്റൻസ് ചേഞ്ച് നമുക്ക് പെട്ടെന്ന്, അതായത് ഇതേപോലെ രണ്ട് പാരലൽ പ്ലേറ്റ് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യാണ്, പെട്ടെന്ന് ഇതിന്റെ കപ്പാസിറ്റൻസ് നോക്കുമ്പോൾ മാറിയിട്ടുണ്ട്. അതിനർത്ഥം ഈ രണ്ട് പാരലൽ പ്ലേറ്റിന്റെ ഇടയിൽ പുതിയ എന്തോ ഒബ്ജക്റ്റ് കയറി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒബ്ജക്റ്റിന്റെ പ്രോക്സിമിറ്റി കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ നമുക്ക്? എന്തോ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒരു പ്രസൻസ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ആരാണ് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ സൈസ് എന്താണ് എന്നൊന്നും നമുക്ക് നോക്കേണ്ടതില്ല. ഇവിടെ ഒരു പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കിയത്. സോ ഇവിടെ നമ്മുടെ എയർ മാറിയിട്ട് പുതിയൊരു ഡൈ ഇലക്ട്രിക് പോലെ ഒരു എലമെന്റ് കയറി വന്നു. സോ അവിടെ ഒരു പ്രസൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അതാണ് ഒരു മെത്തേഡ്. മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ രണ്ട് പാരലൽ പ്ലേറ്റ്, നമ്മളിപ്പോ രണ്ട് പാരലൽ പ്ലേറ്റ് ഇതേപോലെ പിന്നെ ഫിക്സഡ് ആണെങ്കിൽ ഓക്കെ. നേരെ മറിച്ച് ഞാൻ ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വന്നു, ബട്ട് മേലത്തെ പ്ലേറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ ഏരിയ ഓഫ് ഓവർലാപ്പ് മാറും, ഓവർലാപ്പിംഗ് ഏരിയ മാറും, കപ്പാസിറ്റൻസിന് ചേഞ്ച് ഉണ്ടാവും. അപ്പൊ ഈ രീതിയിൽ
കപ്പാസിറ്റൻസ് എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യുമോ ആ ചേഞ്ചിനനുസരിച്ചിട്ട് നമുക്ക് പ്രോക്സിമിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ് ഫസ്റ്റ് പറഞ്ഞത്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഞാൻ ഇങ്ങനെ പ്രോക്സിമിറ്റി സെൻസ് ചെയ്യാൻ വേണ്ടി എടുത്ത് പോവുകയാണ്. അപ്പൊ ഈ മൊമെന്റിലൊക്കെ ഇതിനൊരു കോൺസ്റ്റന്റ് കപ്പാസിറ്റൻസ് ഇങ്ങനെ ഉണ്ട്. പെട്ടെന്ന് ഇതിന്റെ കപ്പാസിറ്റൻസ് ചേഞ്ച് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സാധ്യതയേ ഉള്ളൂ, ഈ രണ്ട് പ്ലേറ്റിന്റെ ഇടയിൽ എന്തോ ഒബ്ജക്റ്റ് കയറിയിട്ടുണ്ട്, ഡൈ ഇലക്ട്രിക് മാറിയിട്ടുണ്ട്. സോ ഈ രീതിയിൽ കപ്പാസിറ്റൻസ് ചേഞ്ച് മെഷർ ചെയ്തിട്ടുള്ള പ്രോക്സിമിറ്റി സെൻസിങ്. ദെൻ അടുത്ത എലമെന്റ് ആണ് അൾട്രാസോണിക് സെൻസർ. അൾട്രാസോണിക് സെൻസർ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ NDT-ലെ 4th മൊഡ്യൂളിൽ അൾട്രാസോണിക് മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൾട്രാസൗണ്ട്സിനെ അയച്ചിട്ട് അല്ലെ ക്രാക്ക് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തേ? അൾട്രാസോണിക് ഞാൻ ഇവിടെ പറഞ്ഞില്ല. നമ്മളിപ്പോ ഒരു ടെസ്റ്റ് പീസ് എടുത്തിട്ട് ഈ ടെസ്റ്റ് പീസിൽ ക്രാക്ക് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ക്രാക്കിന്റെ പ്രോക്സിമിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ക്രാക്കിന്റെ പ്രസൻസ്. അൾട്രാസോണിക് ടെസ്റ്റിംഗ് വെച്ചിട്ട് ഒരു സ്കാൻ ഡിസ്പ്ലേ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇനീഷ്യൽ പൾസും കിട്ടും, പിന്നെ എന്ത് കിട്ടും? ഒരു ബാക്ക് വാൾ എക്കോ കിട്ടും. ക്രാക്ക് ഉണ്ടെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു ഡിഫക്റ്റ് എക്കോയും കിട്ടും. ഓർമ്മയുണ്ടോ അല്ലേ? ആക്ച്വലി അൾട്രാസോണിക് ടെസ്റ്റിംഗ് ഈ ക്രാക്കിന്റെ പ്രോക്സിമിറ്റിയാണ് നമുക്ക് ഡിഫക്റ്റ് എക്കോ ആയിട്ട് തന്നത്. സോ അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോക്സിമിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഇതേ അൾട്രാസോണിക് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റേഞ്ച് ഫൈൻഡ് ചെയ്യാൻ പറ്റും. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, റേഞ്ച് ഫൈൻഡിങ് ഡിവൈസിൽ അൾട്രാസോണിക് റേഞ്ച് ഫൈൻഡേഴ്സ്. എങ്ങനെ അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് റേഞ്ച് ഫൈൻഡ് ചെയ്യാം? ഞാന് പിന്നെ ടെസ്റ്റ് പീസിന്റെ നമ്മുടെ NDT-ന്റെ മെത്തേഡ് തന്നെ പറയാം. ഒരു ടെസ്റ്റ് പീസ് അൾട്രാസോണിക് പ്രോബ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ ഇത് ഡിസ്പ്ലേ ഡിവൈസുമായിട്ട് സ്കാൻ ഡിസ്പ്ലേ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇന്റൻസിറ്റി ഓഫ് റിഫ്ലക്റ്റഡ് വേവും ഇവിടെ ടൈമും ആണ് നമുക്ക് ഡിസ്പ്ലേ ഡിവൈസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇനീഷ്യൽ പൾസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അൾട്രാസോണിക് സൗണ്ട് ഈ താഴെ തട്ടി തിരിച്ചു വരുമ്പോൾ കറസ്പോണ്ടിങ് ഒരു ബാക്ക് വാൾ എക്കോയും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ്, ഈ മെറ്റീരിയലിന്റെ തിക്നെസ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? എനിക്ക് അറിയുന്ന വാല്യൂ ഈ അൾട്രാസോണിക് സൗണ്ട് വേവ്സിന്റെ വെലോസിറ്റി എനിക്കറിയാം. അങ്ങനെയാണ് ഈ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ? ഈ ഡിസ്റ്റൻസ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി അറിയാം, ടൈം അറിയോ? എവിടുന്ന് കിട്ടും? ഈ ഡിസ്പ്ലേ ഡിവൈസിന്ന് കിട്ടും. അത് ഏത് ടൈമാ? ഈ പ്രോബിന്ന് അൾട്രാസോണിക് സൗണ്ട് വന്ന് താഴെ തട്ടി തിരിച്ച് മേലെ എത്താനുള്ള ടൈമാ. അപ്പൊ നമുക്ക് അതിന്റെ പകുതിയെ വേണ്ടു ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ ഡിസ്പ്ലേ ഡിവൈസിന് കിട്ടുന്ന T ഡിവൈഡഡ് ബൈ 2 എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് D കിട്ടൂലേ? ദാറ്റ് ഈസ് V ഈസ് ഈക്വൽ ടു V ഇൻറ്റു T ബൈ 2 അല്ലേ? അല്ലേടാ? അതേ മെത്തേഡ് തന്നെയാണ് അൾട്രാസോണിക് റേഞ്ച് ഫൈൻഡിങ് ഡിവൈസ് എന്ന് പറയുന്ന എലമെന്റും. ഒരു അൾട്രാസോണിക് പ്രോബ് ഉണ്ടാവും. ഓക്കെ, ഞാൻ ഇതിന്റെ അകത്ത് കണ്ടിന്യൂസ് ആയിട്ട് അൾട്രാസോണിക് സൗണ്ട് വേവ്സിന് ഇങ്ങനെ പറഞ്ഞയക്കും. അപ്പൊ എവിടെയെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് സൗണ്ട് വേവ് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് ഇതിന്റെ റിസീവിംഗ് യൂണിറ്റിലേക്ക് എത്തും. അപ്പൊ ഇതിനെടുത്ത ടൈം നമുക്ക് ഇതിന്റെ ഡിവൈസിൽ, ഡിസ്പ്ലേ ഡിവൈസ് പോലുള്ള ഡിവൈസിനകത്തുനിന്ന് ഈ പോയി തിരിച്ചു വരാൻ എടുത്ത ടൈം കിട്ടും. ദാറ്റ് ഈസ് T ബൈ 2. മൊത്തം കിട്ടുന്ന ടൈമിന്റെ ഡിവൈഡഡ് ബൈ 2. ദെൻ ഈ അൾട്രാസോണിക് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് അയക്കുന്ന അൾട്രാസോണിക് സൗണ്ട് വേവ്സിന്റെ വെലോസിറ്റി എനിക്ക് അറിയാമെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ട്രാൻസ്ഡ്യൂസർ ആൻഡ് ദ ഒബ്ജക്ട് നമുക്ക് കണ്ടുപിടിച്ചൂടെ? ദാറ്റ് ഈസ് D ഈസ് ഈക്വൽ ടു V ഇൻറ്റു T ബൈ 2 അല്ലടാ? അല്ലേ? ഹലോ ഹലോ എടാ, മനസ്സിലായിനാ? ഹലോ 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 ഓക്കെ. അപ്പം നമ്മൾ പ്രോക്സിമിറ്റി സെൻസേഴ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്ത്. അതിനിടയിൽ ഒന്ന് റേഞ്ച് ഫൈൻഡറിനെ പറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം അൾട്രാസോണിക് സെൻസിങ് ഡിവൈസ് വെച്ചിട്ടുള്ള പ്രോക്സിമിറ്റി സെൻസേഴ്സ്, അപ്പൊ നമ്മൾ ക്രാക്കിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്ത് ക്രാക്കിന്റെ പ്രോക്സിമിറ്റിയെ കണ്ടുപിടിച്ചതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അടുത്ത ഒന്നാണ് ഒപ്റ്റിക്കൽ പ്രോക്സിമിറ്റി സെൻസർ. ഒപ്റ്റിക്കൽ പ്രോക്സിമിറ്റി സെൻസർ ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒപ്റ്റിക്കൽ പ്രോക്സിമിറ്റി സെൻസർ അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ്
ലൈറ്റ് ബേസ്ഡ് റേഞ്ച് ഫൈൻഡർ. ഒപ്റ്റിക്കൽ പ്രോക്സിമിറ്റി സെൻസർ ആണ്. ഒപ്റ്റിക്കൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ലൈറ്റ് എന്നല്ലേ? ഒപ്റ്റിക്സ് എന്ന് വെച്ചാൽ ലൈറ്റ് അല്ലേ? ആക്ച്വലി ഇതാണ് സെൻസിങ് ഡിവൈസ്. ഇവിടെ ഈ മൊത്തം ഇത്രയും യൂണിറ്റ് ആണ് സെൻസർ. ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് വെച്ചാൽ 2 പ്രധാനപ്പെട്ട യൂണിറ്റുകളാണ് ഉള്ളത്. ഒരു ലൈറ്റ് ട്രാൻസ്മിറ്റർ യൂണിറ്റും ഉണ്ടാവും, ഒരു ലൈറ്റ് റിസീവർ യൂണിറ്റും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ പ്രോക്സിമിറ്റി സെൻസർ, ഒപ്റ്റിക്കൽ സെൻസർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിനകത്ത് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇങ്ങനെ അയക്കും. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിലേക്ക്, അതായത് ഈ ഒരു ഫീൽഡിൽ ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്യും. എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വരുമ്പോൾ ആ ഒബ്ജക്റ്റ് തട്ടിയിട്ട് ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് വരും. ആ റിഫ്ലക്ട് ചെയ്ത് വരുന്ന വേവിനെ അല്ലെ ലൈറ്റ് വേവ്സിനെ റിസീവർ യൂണിറ്റ് എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആയല്ലേ? അത് ട്രാൻസ്മിറ്റർ, ഒബ്ജക്റ്റ്, റിസീവർ. അപ്പൊ നമുക്കറിയില്ല നമ്മുടെ സെൻസറിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഇതൊക്കെ ലാർജ് ലാർജ് ഡയമെൻഷനിൽ അല്ലെങ്കിൽ വലിയ ദൂരത്തിലൊക്കെയുള്ള ഒബ്ജക്ട്സിനൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഒപ്റ്റിക്കൽ പ്രോക്സിമിറ്റി സെൻസറും അതേപോലെ അൾട്രാസോണിക് പ്രോക്സിമിറ്റി സെൻസറൊക്കെ. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ് പോയിക്കൊണ്ടിരിക്കും. ലൈറ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ട്രാവൽ ചെയ്യും. എവിടെയെങ്കിലും ഒബ്ജക്ട്സോ ഒബ്സ്ട്രക്ഷൻസോ ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് തട്ടി റിഫ്ലക്ട് ചെയ്യും. ആ റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റിനെയും ഇതേ സെൻസിങ് യൂണിറ്റിലുള്ള റിസീവർ യൂണിറ്റ് എന്ത് ചെയ്യും? റിസീവ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. അതായത് ഇവിടെ LED-സും ഇവിടെ ഫോട്ടോ ഡയോഡ്സും ആണ് യൂസ് ചെയ്യുക. സോ നമ്മളൊരു LED വെച്ചിട്ട് ഇലുമിനേഷൻ നടത്തി ഒബ്ജക്റ്റ് തട്ടി റിഫ്ലക്ട് ചെയ്ത് തരുന്ന വേവ് നമ്മുടെ ഡയോഡിൽ തട്ടുമ്പോൾ നമ്മളിവിടെ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും അല്ലെ? അങ്ങനെ ഇവിടെ എപ്പോഴാണോ ഡയോഡിനകത്ത് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്, അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ സെൻസറിന്റെ മുൻഭാഗത്ത് എവിടെയോ എന്തോ ഒരു ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ എന്തോ ഒരു ഒബ്ജക്റ്റിന്റെ പ്രോക്സിമിറ്റി ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? സിമ്പിൾ ആണ്, വലിയ ചിന്തിക്കാനൊന്നുമില്ല. 2 കാര്യമുള്ളൂ. ഒരു LED ഉണ്ടാവും, ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടാവും, ഒരു ഫോട്ടോ വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ ഫോട്ടോ ഡയോഡ്സ് ഉണ്ടാവും. ഈ ലൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് തട്ടി റിഫ്ലക്ട് ചെയ്ത് ലൈറ്റ് വരും. ആ വരുന്ന ലൈറ്റ് നമ്മുടെ ഡയോഡ് അല്ലെങ്കിൽ ഫോട്ടോ വോൾട്ടായിക് സെൽ അബ്സോർബ് ചെയ്യും. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ ഈ സെൻസറിനകത്ത് എപ്പോഴും മെഷർ ചെയ്യുക ഈ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോന്നാ. അപ്പൊ പെട്ടെന്നൊരു ഔട്ട്പുട്ട് വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഔട്ട്പുട്ട് ജനറേഷൻ ഉണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ അയച്ച ലൈറ്റ് എവിടെയോ തട്ടി റിഫ്ലക്ട് ചെയ്ത് വന്നിട്ടുണ്ട് എന്നാ. അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ ഈ സെൻസറിന്റെ മുൻഭാഗത്ത് എവിടെയോ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് എന്നാണ്, പ്രോക്സിമിറ്റി ഉണ്ട് എന്നാണ് അല്ലെ? സോ ഈ രീതിയിൽ ഒപ്റ്റിക്കൽ സെൻസർ അല്ലെങ്കിൽ ലൈറ്റ് ബേസ്ഡ് സെൻസിങ് ഡിവൈസ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോക്സിമിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ പ്രസൻസ് കണ്ടുപിടിക്കൽ മാത്രമാണ്. എത്ര ദൂരത്താണെന്നോ അല്ലെങ്കിൽ അത് ഏതാ ഒബ്ജക്റ്റ് എന്നോ അല്ലെ ആ ഒബ്ജക്റ്റിന്റെ ഷേപ്പ് എന്താണെന്നോ അതൊന്നും അല്ല നമ്മൾ നോക്കുന്നത്. പ്രസൻസ് ഉണ്ടോ ഇല്ലയോ, അതാണ് നമ്മളിവിടെ ലൈറ്റ് ബേസ്ഡ് സെൻസിങ് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രോക്സിമിറ്റി സെൻസേഴ്സ് ആണ് ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ, ഹാൾ എഫക്ട് പ്രോക്സിമിറ്റി സെൻസർ, കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ, ultrasonic proximity sensor, and last one is the optical proximity sensor. Clear ആണോ? ഓക്കെ, അപ്പൊ ഇത്രയാണ് 5th മൊഡ്യൂളിൽ വരുന്ന റോബോട്ടിക് ആപ്ലിക്കേഷൻസ് വരുന്ന പ്രധാനപ്പെട്ട സെൻസിങ് ഡിവൈസ് ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഒരു ടാക്ടൈൽ സെൻസർ ഉണ്ട്. ടാക്ടൈൽ സെൻസർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞതാണ്. ടാക്ടൈൽ സെൻസർ എന്ന് പറഞ്ഞാൽ ടച്ച് ആൻഡ് ടാക്ടൈൽ സെൻസർ എന്നാ പറയാ. PVDF എലമെന്റ് ഒക്കെയാണ് ടാക്ടൈൽ സെൻസർ ആയിട്ട് ഉപയോഗിക്കുക. അത് പിന്നെ നമ്മുടെ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ് ഇല്ലേ, പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസിന് ഒരു കഴിവുണ്ട്. എന്താ? ഇതിനകത്ത് നമ്മളൊരു മെക്കാനിക്കൽ വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇതെന്താ ഔട്ട്പുട്ട് തരിക? പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ഒരു പൊട്ടൻഷ്യൽ വരും അല്ലെ, ഒരു ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് വരും. ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് വരും. മെക്കാനിക്കൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് വരും. ടാക്ടൈൽ സെൻസർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ടച്ച് ആൻഡ് ടാക്ടൈൽ സെൻസർ നമ്മളെ മൊബൈൽ ഫോണിന്റെ ഒക്കെ ടച്ച് സ്ക്രീൻ ഉണ്ട് അല്ലെ. ടച്ച് സ്ക്രീനിൽ നമ്മൾ തൊടുമ്പോൾ നമ്മളിപ്പോ ഗാലറി എടുത്ത് അല്ലെങ്കിൽ നമ്മുടെ മെനു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് അല്ലെ ഗാലറി അങ്ങനെ ഓരോ ഗാഡ്ഗറ്റ്സ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് സെല്ലിൽ അല്ലെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഏരിയയിൽ നമ്മൾ ടച്ച് ചെയ്യാണ്. ടച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ ഇൻപുട്ടാ കൊടുക്കുന്നത്, ഒരു ഫോഴ്സ് കൊടുക്കുന്നു അല്ലെ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് നമ്മുടെ മൊബൈൽ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡിസ്പ്ലേന്റെ ആണെങ്കിലും ടച്ചുള്ള ഏത് ഡിസ്പ്ലേ ആയിക്കോട്ടെ അതിന്റെ കൺട്രോൾ സർക്യൂട്ടിലേക്ക്, കൺട്രോൾ യൂണിറ്റിലേക്ക് നമ്മൾ ടച്ച് ചെയ്ത എവിടെയാണോ ആ സെല്ലിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു പിക്സലിൽ നിന്നും കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് നമ്മുടെ കൺട്രോൾ യൂണിറ്റിലേക്ക് കൊടുക്കുകയാണ്.
അപ്പൊ അതേപോലെ റോബോട്ടിക് ആപ്ലിക്കേഷൻസിനകത്തും ചില ടച്ച് ആൻഡ് ടാക്ടൈൽ സെൻസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ടച്ച് ആൻഡ് ടാക്ടൈൽ സെൻസേഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിജിറ്റൽ ഓർ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സെൻസിങ് ഡിവൈസുകളാണ് ടാക്ടൈൽ സെൻസർ എന്ന് പറയുന്നത്. സോ ടാക്ടൈൽ സെൻസർ ആയിട്ട് മോസ്റ്റ് ഓഫ് ദ കേസ് യൂസ് ചെയ്യുന്നത് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ആണ്. നമ്മളൊരു മെക്കാനിക്കൽ ഔട്ട്പുട്ട് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് നമുക്ക് തരുന്ന എലമെന്റുകൾ ടാക്ടൈൽ സെൻസർ. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട എലമെന്റ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ഒക്കെയാണ്. അപ്പൊ അതും കൂടി വരുന്നുണ്ട്. അപ്പം ഇത്രയാണ് റോബോട്ടിക് ഫീൽഡിനകത്ത് വരുന്ന സെൻസിങ് ഡിവൈസസ്. ഒന്ന് റേഞ്ച് ഫൈൻഡിങ് ഡിവൈസസ്, എക്സ്റ്റേണൽ സെൻസർ ആണ്, കാരണം റോബോട്ടിന്റെ വെളിയിലുള്ള എക്സ്റ്റേണൽ എൻവയോൺമെന്റിലുള്ള സ്റ്റിമുലസുകൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. മറ്റൊന്നാണ് പിന്നെ പ്രോക്സിമിറ്റി സെൻസർ, അതും റോബോട്ടിന്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ വരുന്ന സ്റ്റിമുലി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രസൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നതാണ് ടാക്ടൈൽ സെൻസർ. അത് ഒരു ആക്ച്വലി ഒരു ഇന്റേണൽ സെൻസർ ആണ്, അതായത് റോബോട്ടിന്റെ ബോഡിയിൽ വരുന്നതാണ് ടച്ച് ആൻഡ് ടാക്ടൈൽ സെൻസർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ ഒരു കാര്യം ഞാൻ നോട്ട് വരുമ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് അതിലും തരാം. ഇപ്പം ഇത്രയാണ് നമ്മുടെ ഫിഫ്ത്ത് മൊഡ്യൂൾ വരുന്നത്. ഫിഫ്ത്ത് മൊഡ്യൂൾ കുറച്ച് വലിയ മൊഡ്യൂളാണ്. രണ്ട് സ്പെസിഫിക് ഏരിയാസ് ആണ്, ഒന്ന് മോഡലിംഗ് ഓഫ് സിസ്റ്റവും മറ്റൊന്ന് റോബോട്ടിക്സും ആണ്. മോഡലിങ്ങിനകത്ത് നമ്മൾ കുറേ സിസ്റ്റം പഠിച്ചിട്ടുണ്ട്, ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് പഠിച്ചിട്ടുണ്ട്, മെക്കാനിക്കൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ടുള്ള മെക്കാനിക്കൽ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ദെൻ അതിന്റെയൊക്കെ ഗവേണിംഗ് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് റോബോട്ടിക്സ് ഫീൽഡിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഡ്രൈവ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്നും അതിന്റെ വർക്കിങ്ങും, അതേപോലെ റോബോട്ടിക്സ് ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സെൻസിങ് ഡിവൈസസ് ഏതൊക്കെയാണെന്നും അതിന്റെ വർക്കിങ്ങും. ഇത്രയാണ് ഫിഫ്ത്ത് മൊഡ്യൂൾ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. നിങ്ങളുടെ അസൈൻമെന്റ് എല്ലാരും വെച്ചിട്ടുണ്ടോ? അസൈൻമെന്റ് വെക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അസൈൻമെന്റിനകത്ത് ഒരു